നമ്മളോടൊപ്പം ചേരുന്നത് രമ ടീച്ചറാണ് എറണാകുളത്ത് നിന്നും. ശ്രീമതി രമ ടീച്ചർ, എങ്ങനെയാണ് VS അച്യുതാനന്ദൻ എന്ന ഈ ഒരു നേതാവിനെ താങ്കൾക്ക് ഓർത്തെടുക്കാൻ കഴിയുക? ഞാൻ രമ ടീച്ചർ, ഒറ്റയാൾ അധ്യാപികയാണ്. ഞാനൊരു പാർട്ടി അനുഭാവിയാണ്. സഖാവ് VSനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. സമരങ്ങൾ, പ്രസംഗങ്ങൾ, അദ്ദേഹം അനുഭവിച്ച ഒരുപാട് യാതനകൾ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ഓർമ്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിജയത്തിൻ്റെതല്ല, ഒരു തോൽവിയുടെ ഓർമ്മയാണ്. അതായത് 2011 കാലഘട്ടം, ഒരു തെരഞ്ഞെടുപ്പ് കാലം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 5 വർഷത്തെ ഭരണത്തിന് ശേഷം അദ്ദേഹം ജനങ്ങളെ നേരിടുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞു, എല്ലാവരും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. വോട്ട് എണ്ണുന്ന ദിവസം എത്തി, എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. റിസൾട്ട് വന്നു. UDF-ന് 72ഉം LDF-ന് 68ഉം. അപ്പം എല്ലാവർക്കും ഭയങ്കര പ്രയാസമായി. 4 സീറ്റ് വ്യത്യാസമല്ലേ ഉള്ളൂ, നമുക്ക് എങ്ങനെയും നമുക്ക് ഭരണം പിടിക്കാം, സർക്കാർ ഉണ്ടാക്കാം അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ എങ്കിലും 4 സീറ്റ് നമുക്ക് താങ്ങാനായില്ല, ഭയങ്കര പ്രയാസമായി എല്ലാവർക്കും. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിലെ പാർട്ടി ഓഫീസിലൊക്കെ ഒരുതരം നിശബ്ദത, എല്ലാവർക്കും ഭയങ്കര പ്രയാസം. അപ്പൊ എല്ലാവരും വിചാരിച്ചു എങ്ങനെയും നമുക്ക് ഭരണം പിടിക്കാം, കാരണം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പല പാർട്ടികളും പല ചെറിയ ചെറിയ പാർട്ടികളെ കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഭരണം പിടിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ സാഹൂതം ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും ടിവിയുടെ മുമ്പിൽ തന്നെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഖാവ് ആകാംക്ഷയുടെ കാത്തിരുന്ന നിമിഷം സഖാവ് പ്രസ് മീറ്റിനായി വരുന്ന ഒരു സന്ദർഭമുണ്ട്. ഇന്നും മായാതെ നിൽക്കുന്ന മനസ്സിൽ ആ മുഖം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം ഭയങ്കര ക്ഷീണിതനാണ്, എന്നാൽ നല്ല ഭയങ്കര ശാന്തനായിരുന്നു. അദ്ദേഹം ശാന്തനായിട്ട് തന്നെയായിരുന്നു. അങ്ങനെ അധികം വളച്ചുകെട്ടിൽ അദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ജനവിധി അംഗീകരിക്കുന്നു, വിരുദ്ധപരമായ ഒരു പ്രവർത്തനത്തിനും ഞങ്ങൾ മുതിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരൊറ്റ വാചകം കൊണ്ട് തന്നെ എല്ലാ ചർച്ചകളും അവസാനിച്ചു. അദ്ദേഹം ഭരണത്തിലെ കടിച്ചു തൂങ്ങാനേ ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഉയർത്തുകയുണ്ടായത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം, ഒരു യഥാർത്ഥ ജനാധിപത്യവാദി എങ്ങനെയായിരിക്കണം എന്ന് VS നമ്മളെ പഠിപ്പിച്ചു. അദ്ദേഹം നയിച്ച പാതകളിലൂടെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏത് പദ്ധതിക്കും ഏതറ്റം വരെയും പോകുന്ന ഒരു കാലഘട്ടത്തില് ശരിക്കും അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഒരു പുതിയ അനുഭവമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അദ്ദേഹത്തെ ഒരുപാട് ഉയരത്തിലെത്തി. പോരാടുകയായിരുന്നു. അതിലുപരി സ്ഥാനമാനങ്ങളെക്കാൾ വലുത് തീരുമാനമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ യാത്ര കാണുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ആ ഓർമ്മകളാണ്. സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടും കാണിച്ചുകൊണ്ട് ആ നിമിഷം, അതാണ് എന്റെ സഖാവ്. പിന്നെ അദ്ദേഹത്തിന്റെ വിലാപയാത്ര കാണുമ്പോൾ പറ്റുന്നു, പറയാൻ വാക്കുകളില്ല. അതാണ് എന്റെ സഖാവ്. ആ ഓർമ്മ ലാൽസലം. എറണാകുളത്ത് നിന്നും തത്സമയം രമ ടീച്ചറാണ് നമ്മളോടൊപ്പം ചേർന്നത്. ആ വാക്കുകൾ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഓർമ്മകൾ പറയുമ്പോൾ തൊണ്ടയിടറാതെ ആ വാക്കുകൾ മുഴമിപ്പിക്കാൻ അവർക്കാകുന്നില്ല. രമ ടീച്ചർ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഓരോരോ നിമിഷങ്ങളും ഓർക്കുമ്പോൾ അത്രത്തോളം സ്വാധീനിച്ച ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഇനി